ഹലോ, അസ്സലാമു അലൈക്കും. ഇവിടെ എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? റംദാൻ കരീം, റംദാൻ കരീം, റംദാൻ കരീം. നമ്മളേ ഞങ്ങൾ ലോഡിലാണ് കേട്ടോ. ഞങ്ങൾ അടിച്ച പൊളി വൈക്കോല് രാവിലെ പെരച്ച് ചോറൊക്കെ വെച്ചിട്ട് പോകുന്നതാണ്. മാഷാ അല്ലാ, ഞങ്ങൾ ലോഡിലാട്ടോ. മുട്ട വൈബ് മുട്ട വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോളേ നമ്മൾ വണ്ടീൻ്റെ പുറത്താണ്, ലോഡ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? സുഖമല്ലേ? ഇപ്പോൾ ചെറിയ തണുപ്പും കാറ്റൊക്കെ വരുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ കത്തുന്നതിന് മുമ്പേ നമ്മളിവിടം വിടും. ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ. റബ്ബിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അപ്പോളേ റമദാനാണ്, എല്ലാവരും ദുആ ചെയ്യുക, നമ്മളും ദുആ ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടെങ്കിൽ ഇത് ലോഡ് വണ്ടീൻ്റെ മേലെ കേട്ടോ. നമ്മൾ ലാസ്റ്റ് ഹൈറ്റിലാണ്. ബൈക്ക് കൊടുന്നോ? നമ്മളെ ബായിൻ്റെ ഒപ്പം ഉണ്ടോ? ബായില്ലെങ്കിൽ ഒരു പരിപാടി നടക്കില്ല എന്നുള്ളതാണ്. എന്നാൽ ബായി ഇതെങ്ങനെ വരും. തോടാ ഊപ്പർ അയ്യോ ബസ് ഖത്തം. ഹലോ അയ്യോ ബൈജാൻ, നമ്മളെ ബായിയാണ്. ഒരാൾ ഇവിടെ പിന്നെ പട്ടാമ്പിയിലെ താമസം. സൂപ്പറായിട്ട് ആൾ, മാഷാ അല്ലാ. ലോഡ് ഇങ്ങനെ അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ആളെ കൂട്ടൽ സ്ഥിരമായിട്ട് ഇവിടെ വരുമ്പോൾ. നാട്ടിൽ നിന്ന് നമുക്ക് ആൾക്കാരെ സെറ്റായി കിട്ടായിട്ടല്ല, പക്ഷേ അവർക്ക് പ്രയാസമാണ് എല്ലാവർക്കും പോരാൻ. പോന്നു കഴിഞ്ഞാൽ അവർക്കും പ്രയാസമാണ്. അങ്ങനെ കുറേ വിഷയങ്ങളാണ്. എന്താവട്ടെയാലും അൽഹംദുലില്ലാ ഖൈർ. അപ്പോഴേ വരാം, ബാക്കി കാണിച്ചു തരാം കേട്ടോ. കുറച്ച് അതിൻ്റെ ഞങ്ങൾ പരിപാടികൾ വേറെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഫുൾ വ്ളോഗാണ് വൈക്കോലിനെ കുറിച്ച്. ഇതുവരെ ഫുൾ വ്ളോഗ് ചെയ്തിട്ടില്ല വൈക്കോലിൻ്റെ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് വൈക്കോലിൻ്റെ ഫുൾ വ്ളോഗ് ഇടാൻ പോവാണ് ഇൻഷാ അല്ലാ. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും സഹകരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പരിപാടി തുടങ്ങിയിട്ടേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഞാനൊരു വിവരണം നടത്തിയിട്ടില്ല, ഒരു വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിന്ന് ഇതിപ്പോൾ 4 ദിവസം മുന്നേ എടുത്തൊരു വീഡിയോ ആണ് ഞാൻ. അപ്പോൾ ഇതിനകത്ത് ലോഡൊക്കെ ആക്കി തുടങ്ങി. 3/4 ലോഡും ആയിട്ടുണ്ട് കണ്ടത്തുനിന്ന് തന്നെ. 1-2 കണ്ടത്തുനിന്ന് കയറ്റിയപ്പോൾ തന്നെ ലോഡായി. ഫുൾ ലോഡ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പ്രയാസമാണ്. അപ്പോൾ താഴെ 2 കണ്ടത്തിൽ വൈക്കോൽ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ താഴെ നിർത്തിയിട്ട് കയറ്റും. കണ്ടത്തുനിന്നൊക്കെ ഇറക്കിയിട്ട് വഴിയിൽ നിർത്തിയിട്ടാണ്. ഇച്ചിരി ഏറ്റാനൊന്നുമില്ല, വണ്ടിക്ക് എടുത്തിടാനുള്ള ദൂരം തന്നെ ഉള്ളൂ, അടുത്ത് തന്നെയാണ്. വണ്ടിക്ക് നേരെ എടുത്തിടും. അപ്പോൾ അമ്പ് ഭയങ്കര വരമ്പൊക്കെ നല്ല ഹൈറ്റാണ്. അപ്പോൾ ചാടാനൊക്കെ ഭയങ്കര പ്രയാസമുണ്ട്. കുറച്ചൊക്കെ നമ്മൾ കൈക്കോട്ടുമായിട്ട് വെട്ടിക്കൊടുക്കും. അപ്പോൾ അതങ്ങനെ വെട്ടിക്കൊടുത്ത് വണ്ടി അവിടെ നിന്ന് ചാടി. ഇനി വീണ്ടും ഒരു അമ്പ് കൂടെ ചാടാൻ കിടക്കുകയാണ്. ആ അമ്പ് ചാടുമ്പോഴാണ് ലോക്കായി മക്കളെ, ലോക്കായി. ഇനി കുറച്ച് പണി കിട്ടിയതുപോലെ ഉണ്ട് കണ്ടിട്ട്. നോക്കട്ടെ, ഇപ്പോൾ കണ്ടോ, ഇതിപ്പോൾ ചെറിയ പണി കിട്ടിയിട്ടുണ്ട്, ഇച്ചിരി അടി തട്ടിയിട്ടുണ്ട്. അപ്പോൾ നോക്കട്ടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് രക്ഷപ്പെടാൻ പറ്റുമെന്ന്. ഞങ്ങൾ കിണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. രക്ഷപ്പെടും. അപ്പോഴേ ഇച്ചിരി പ്രയാസമുണ്ട് ഇവിടെ കയറാൻ. ഒന്നാമത് നല്ല ലോഡുണ്ട് വണ്ടിയിൽ, അത്യാവശ്യം നല്ല വെയിറ്റാണ്. നല്ല അടിച്ചപൊളി വൈക്കോലാണ്, നല്ല ദമ്മുള്ള കെട്ടുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ലോഡും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇച്ചിരി മണ്ണൊക്കെ ഇട്ട് വീലിൻ്റെ പുറകിലൊക്കെ ഇട്ട് വണ്ടി റിവേഴ്സ് കയറ്റി, പിന്നെ ഫ്രണ്ടിൽ ഇച്ചിരി മണ്ണൊക്കെ ഇട്ട് കൊടുത്ത് ഹൈറ്റ് കൂട്ടാനുള്ള പ്ലാനാണ്. ശരിയാവും, 2 കളി കളിച്ചാൽ ശരിയാവും. ഇതൊന്നും ആദ്യമായിട്ടല്ല കേട്ടോ, ഇതൊക്കെ സർവ്വസാധാരണ നടക്കുന്ന സംഭവമാണ്. നമ്മൾ വിചാരിക്കും കയറി പോകുന്നു, പക്ഷേ വണ്ടിയിലെ ലോഡ് ഓവർ ആകുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. ശരിയാക്കിയെടുക്കാം. ഇച്ചിരി മണ്ണൊക്കെ ഇട്ട് വണ്ടി വീണ്ടും ഫ്രണ്ടിലേക്ക് എടുത്ത് ഒരു രക്ഷയില്ല, പിടിച്ചിട്ട് കിട്ടുന്നില്ല. ഒന്നാമത് ക്ലച്ച് കുറച്ച് വീക്കായി തുടങ്ങിയിട്ടുണ്ട്. ക്ലച്ച് പണിയെടുക്കണം. അത്യാവശ്യം വണ്ടിക്ക് പണി വന്നിട്ടുണ്ട്. ഈ കൊല്ലലല്ലേ, വണ്ടീനിട്ട് കൊല്ലല്ലേ നമ്മൾ. അപ്പോൾ ഗെയ്സ് ആ കിടങ്ങുന്ന് കയറി വന്ന് ഫുൾ ലോഡാക്കിയിട്ട് പോകുന്നുണ്ട്. പുറകിൽ ഇച്ചിരി 5-6 കെട്ടുകൂടെ കയറ്റാനുണ്ട്. അത് അടുത്ത സൈറ്റിൽ വന്നിട്ട് വേറെ കണ്ടത്തിൽ ഇറങ്ങി കയറ്റിയിട്ട് വേണം. വണ്ടി ഇറക്കേണ്ട കാര്യമില്ല, റോഡിൻ്റെ സൈഡിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ വന്നാണ് കേട്ടോ. നമ്മളെ പട്ടക്കുതിര വരുന്നുണ്ട്. മാഷാ അല്ലാ, മാഷാ അല്ലാ, മാഷാ അല്ലാ. ആടി ഒലഞ്ചി അവൻ്റെ ആ വരവുണ്ടല്ലോ, അതൊരു 1.5 വരവാണ് മക്കളെ. ചിലപ്പോൾ നെഞ്ചും കൂടെ തകർന്നു പോകും, കാളിപ്പോവും. ഇതിപ്പോൾ മറിഞ്ഞു പോവുക, ചെരിഞ്ഞു പോകുമെന്നൊക്കെ തോന്നിപ്പോവും. ചെറിയ സീൻ വരാൻ പോകുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ ക്യാമറ ഒന്ന് പാളും, അത് മറിയാൻ പോയതാണ് കേട്ടോ വണ്ടി. ഇവിടെ റബ്ബേ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. മറിഞ്ഞ നേരെ 6 അടി താഴ്ചയുള്ളൊരു കണ്ടത്തിലേക്ക് ചാടും വണ്ടി. ഞാനും എല്ലാം ചാടും. അടുത്തിരുന്ന ബായിനോട് പറഞ്ഞു, ചാട് ബായി, പുറത്ത് ചാട്, തൂങ്ങാൻ പറഞ്ഞു. ബായി ഇറങ്ങി അന്തം വിട്ടുന്നു. പിന്നെ അവിടെ വേറെ നമ്മളെ ഏജൻറ്റും കൂടി ഉണ്ടായിരുന്നു. 2 പേരും ഇവിടെ തൂങ്ങിയത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ്. അവിടുന്ന് ഈ വരവുണ്ടെങ്കിൽ
ഫുൾ ലോഡിലാണ് വരുന്നത്. 85 കെട്ടുണ്ട് ഈ ലോഡിൽ. ഭയങ്കര ഹൈറ്റായിരിക്കും. ക്യാബിൻ്റെ കാരിയറിൻ്റെ മേളിൽ 3 അട്ടി ഹൈറ്റ് വെച്ചിട്ടാണ് വരിക. ഒരു കെട്ട് 2 അടി വണ്ണമുള്ളത്. മൊത്തം 5 വരിയാണ് നമ്മൾ വെക്കുന്നത്. 5 അട്ടി ഹൈറ്റാണ് വെക്കുന്നത്. അതിൻ്റെ സ്ട്രോങ് ഉണ്ടല്ലോ, എത്ര ലോഡായിരിക്കും. അപ്പോൾ നമ്മൾ വണ്ടി ഇങ്ങനെ കയറി വരാം കേട്ടോ. ഷീറ്റൊക്കെ ഇട്ട് പുതച്ചതാ കയറി വരുന്നു. മക്കളെ, ഈ വരവും ഈ പോക്കും ഈ യാത്രയൊക്കെ വല്ലാത്തൊരു അനുഭവമാണ്. ജീവിക്കാൻ വേണ്ടി കളിക്കുന്നൊരു കളി, ഒരു തീക്കളി. അതുകൊണ്ട് എല്ലാവരും നമുക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനും ദുആ ചെയ്യും. ഓക്കെ, അസ്സലാമു അലൈക്കും.